ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഇത്രയും വലിയൊരു വിജയം ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. ആം ആദ്മി പാർട്ടി ഞങ്ങളുടെ പ്രദേശങ്ങൾ തൂത്തുവാരുമെന്നാണ് ഞാൻ കരുതിയത്. എനിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് ബോണസ് ആണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞതിനകത്ത് നമ്മളിവിടെ ചർച്ച ചെയ്ത പലതുമുണ്ട്. അത് വരും ദിവസങ്ങളിൽ പഠന വിധേയമാക്കാം. ഇപ്പോൾ നമുക്ക് ചർച്ചയുടെ മറ്റ് ഘട്ടങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ മണിപ്പൂരിലെയും ഗോവയിലെയും ഒക്കെ ഏറ്റവും ഒടുവിലത്തെ നില എന്താണ് എന്ന് ഒന്ന് നോക്കാം. ആദ്യം മണിപ്പൂരിലേക്ക്. മണിപ്പൂരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 28, BJP 21, മറ്റുള്ളവർ 11. ഇനി മണിപ്പൂരിലെ ഈ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് തന്നെയാണ്. എന്തായാലും മണിപ്പൂരിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അടുത്ത ഗോവയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ തെരഞ്ഞെടുപ്പിൽ പല നേതാക്കളും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടതാണ്. അതിൽ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് ശ്രീ അഖിലേഷും മോശമായിരുന്നില്ല എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ കാണിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതൊരു വൺ സൈഡഡ് ആയി പോകാനും സാധ്യതയുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോയിട്ട് തിരിച്ചെത്താം. हम इस सदी के सबसे बड़े महानायक से निवेदन करेंगे कि अब आप गुजरात के गधों का प्रचार मत करिए, और जिन्होंने ऐड देखा होगा वो जानते होंगे। बताओ, कहीं गधों का भी प्रचार होता है क्या? अगर गधों का प्रचार होने लगा तो कैसे काम चलेगा? तो बताओ, गुजरात के लोग तो गुजरात के गधों का भी प्रचार करवा रहे हैं. അമിതാഭ് ബച്ചനോട് അഖിലേഷ് യാദവ് പറഞ്ഞതാണ് ഗുജറാത്തിലെ കഴുതകൾക്ക് വേണ്ടി പ്രചരണത്തിന് പോകരുത്, ഗോവയിലേക്ക് അല്ല ഗുജറാത്തിലേക്ക് പോകരുത്. നമുക്കിനി ഗോവയിലേക്ക് നോക്കാം. ഗോവയുടെ റിസൾട്ട് എങ്ങനെയാണ്? 40 സീറ്റിൽ കോൺഗ്രസ് 17, BJP 13, ആം ആദ്മി പാർട്ടി 0, മറ്റുള്ളവർ 10. ആം ആദ്മി പാർട്ടി അവിടെ ഒരു പ്രസൻസ് ഉണ്ടാക്കുമെന്ന് കരുതിയാണ് അവിടെ 0-ൽ ആയിരിക്കുന്നു. എന്തായാലും അവിടെയും ഗോവയിലും കോൺഗ്രസ് ഭരണത്തിലേക്ക് എത്തും എന്നാണ് അറിയുന്നത്. ഗോവയുടെ കാര്യം പറയുമ്പോൾ ശ്രീ VV രാജേഷ്, നിങ്ങളുടെ പാർട്ടിക്കകത്ത് RSSന് എന്ത് സംഭവിച്ചു എന്നുള്ളത് രാജേഷിന്റെ മുഖത്ത് തന്നെയാണ്. RSSനൊന്നും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനകത്തുള്ള ഒരു സ്പ്ലിറ്റ് ഉണ്ടെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അവിടെ ചില വ്യക്തികൾ സംഘടന വിട്ടു പോയിട്ടുണ്ട്. എങ്കിലും അതൊരു തെരഞ്ഞെടുപ്പിലെ ഒരു പരാജയത്തിനുള്ളൊരു ഘടകമാവുമെന്ന് ഉള്ളൊരു കണക്കൂട്ടില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് അല്ലല്ല, അവിടെ ഇപ്പോഴും അവിടെ BJP ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. അമിത്ഷാ വൈകുന്നേരം അതിലൊന്നും കാണാതെ പറയില്ലല്ലോ. എന്തായാലും നാളെ രാവിലെ ആകുമ്പോഴേക്കും ലാലിന്റെ ഈ ആശങ്കയ്ക്ക് പരിഹാരം ഉണ്ടാവും. അതായത് ഇന്ന് രാത്രിയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അല്ല, ഇനിയിപ്പോ പകലില്ലല്ലോ. രാത്രി ഇപ്പൊ ആര് കരുതിയാലും മാറ്റാൻ പറ്റില്ലല്ലോ. ഇരുട്ടി വെളുത്താലേ ഒക്കെ ഉള്ളൂ. എന്തായാലും നാളെ രാവിലത്തേക്ക് കാര്യങ്ങൾ റെഡി ആവണമെങ്കിൽ ഇന്ന് രാത്രി എന്തെങ്കിലും നടക്കണമല്ലോ. രാത്രി എന്ത് സംഭവിക്കും? ഞാൻ അവിടെ ഗോവയിൽ പോയതാണ്. ഞങ്ങളുടെ ഒരാൾ അവിടെ ജയിച്ചിട്ടുമുണ്ട്. ഈ 10ന്റെ അകത്ത് വരുന്ന കൂട്ടത്തിൽപ്പെട്ട പ്രചരണത്തിന് പോയി. പ്രചരണത്തിന് പോയിരുന്നു. അവിടെ എല്ലാ സ്ഥലത്തും ചെന്നു. അവിടെ BJPക്ക് പറ്റിയതെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഈ പുരോഹിതന്മാരെ മെത്രാന്മാരെയൊക്കെ ഇവരൊന്ന് കൈകാര്യം ചെയ്ത് അവർക്ക് പലതും കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ അതായത് ഇവിടെ വെള്ളാപ്പള്ളിയെ പറ്റിച്ച പോലെ അവിടെ അവരെ പറ്റിച്ചു. അപ്പോൾ നമ്മുടെ പരീക്കർ ഒരു അല്പം ഗ്ലാമറുള്ള ഒരു കക്ഷിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അങ്ങോട്ടും കൊണ്ടുപോയി. അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു നേതാവില്ലാത്ത സ്ഥിതി വന്നുകൊണ്ടാണ് അവർക്കിപ്പോൾ ഒരു ക്ഷീണം അവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ മറ്റു കക്ഷികൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷവും അവിടെ ഉണ്ടായില്ല. പിന്നെ അവിടെ ഒരു ക്രിസ്ത്യൻ മജോറിറ്റി, ഞാനാണെ പള്ളിക്കകത്ത് കയറിയ പ്രസംഗിച്ച അവിടെ ജാതിയൊന്നും പറഞ്ഞില്ല. അവിടെ ചെന്നപ്പോൾ പരിചയമുള്ള ഒരു അച്ഛനുണ്ടായിരുന്നു, അകത്തോട്ട് കയറുന്ന പ്രസംഗിച്ചു. അവിടെ ചെന്നപ്പോൾ പ്രസംഗം നടക്കുകയാണെന്ന് തോന്നിയ ഏത് പ്രസംഗവേദി കണ്ടാലും ഒന്ന് കയറുമല്ലോ. അല്ല, അവര് സ്വീകരിച്ച് അൾത്താരയിലോട്ട് തന്നെ കയറ്റി. അപ്പൊ ഞാൻ അവിടെ വന്നുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ ഒരു അച്ഛനായി ജനിച്ചതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് എന്ന് പറഞ്ഞാണ് പ്രസംഗിച്ചത്. നമ്മുടെ മലയാളികളാണ് കൂടുതലായിട്ടുള്ളത്. അവിടുത്തെ അച്ഛന്മാർ കുറെ പുരോഗമന ചിന്താഗതിക്കാരുള്ളവരാണ്. ഈ തിരുവല്ലയിൽ നിന്നൊക്കെ പോയിട്ടുള്ള ആളുകളാണ്, മലയാളികളാണ്. അപ്പോൾ എനിക്ക് അവിടുത്തെ ചിത്രം പിടികിട്ടി. BJPക്ക് അവിടെ ക്ഷീണം വരാൻ പോവുകയാണ്, തിരിച്ചു വരാൻ സാധ്യത. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തന്നെ തോറ്റു. 80-ൽ കൂടുതൽ 80-85 90% കൂടുതൽ ക്രിസ്ത്യൻ സമൂഹമാണ് മണിപ്പൂരിലും. അവിടെ BJPക്ക് ഒന്നുമില്ല. എത്രയുണ്ട്?
ഒരു ആവേശത്തിന് ഏയ് പറഞ്ഞു ലാലേ അല്ല രാഹുലെ ബാക്കി കൺവെർട്ടർ ബാക്കി എല്ലാം കൂടെ മുഴുവൻ കൂടെ ചേർന്നാലോ രാജേഷ് പറയുന്നത് മെജോറിറ്റി എനിക്ക് അവിടെ ഞങ്ങൾക്ക് വലിയ സ്റ്റേക്ക് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഗോവയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ലാൽ ഗോവയുടെ കാര്യത്തിൽ മനോഹർ പരീക്കർ പോയതിന്റെ ആ ക്ഷീണം അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഭരണം നടന്ന സംസ്ഥാനമല്ലേ, എന്തായാലും അവിടെ ഗവൺമെന്റ് BJP രൂപീകരിക്കും. അവിടെ ഗവൺമെന്റ് BJP രൂപീകരിക്കും. കാത്തലിക് വോട്ട് BJPക്ക് അവിടുത്തെ എനിക്ക് മനസ്സിലാകാത്ത, നമ്മളൊക്കെ ജനാധിപത്യ വിശ്വാസികളല്ലേ? 4 മണിക്ക് അമിത്ഷാ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു ഈ സമയത്ത്. 4:30 മണിക്ക്. അതായത് 60 സീറ്റുള്ള മണിപ്പൂരിൽ 27 സീറ്റുള്ള കോൺഗ്രസ് പാർട്ടി ഒരു ഭാഗത്ത്, 21 സീറ്റുള്ള BJP ഒരു ഭാഗത്ത്. അമിത്ഷാ പറയുന്നു ഞങ്ങളവിടെ ഗവൺമെൻറ് ഉണ്ടാക്കും. 2 പേര് ജയിച്ചേക്കുന്ന ഇടതുപക്ഷങ്ങളുടെ, ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ്, 2 പേര് ജയിച്ചേക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ CPI എന്തായിരുന്നാലും എന്തൊരു ജനാധിപത്യ ധ്വംസനത്തിനും കച്ചവടത്തിനും ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരാൾ ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നു. ഗോവയിൽ വന്നാണ് നടക്കുന്നത്. ഗോവയിൽ 40 സീറ്റുള്ള ടോട്ടൽ സീറ്റുള്ളതിൽ 1-ാം സ്ഥാനത്ത് കോൺഗ്രസ് 17 നിൽക്കുന്നു. 2-3 സീറ്റിൻ്റെ വ്യത്യാസമുള്ള നിൽക്കുന്നു. ആ പാർട്ടിയുടെ മറ്റേ BJPയുടെ പ്രസിഡന്റ് ഹുങ്കോട് പറയുന്നു ഞങ്ങൾ അവിടെയും ഇതുണ്ടാക്കുന്നു. ഏത് ജനാധിപത്യമായത്? ഏത് ജനാധിപത്യമായത്? ആർക്ക് ഗവൺമെന്റ് ഉണ്ടാകണമെങ്കിലും ഈ രാജ്യത്തെ ഒരു ഭരണഘടനയും നിയമവും കോടതിയൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പത്രസമ്മേളനം നടത്തിക്കൂടാ? അതിനെ ഹുങ്കായിട്ട് അദ്ദേഹത്തിന് വ്യാഖ്യാനിക്കുന്നത്. രാജേഷ് രാത്രിയിൽ ഇന്നിപ്പം എല്ലാം ഇരുട്ടി വെളുക്കുമ്പോഴത്തേക്കും കാര്യമല്ല ശരിയാവും. രാജേഷ് ഏത് കോടതി? നാളെ ഞായറാഴ്ചയാണ്, അവധിയാണ് കോടതിയൊക്കെ. MGPക്ക് 3 സീറ്റ് ഉണ്ട്, ഗോവ ഫോർവേഡ് പാർട്ടിക്ക് ഉണ്ട്. MGP എന്ന് പറഞ്ഞാൽ ശിവസേന അടക്കം ഈ ഹിന്ദു ഫ്രെയിംവർക്ക് നിൽക്കുന്ന പാർട്ടികളാണ്. അപ്പൊ അതൊക്കെ BJPക്ക് സാധ്യത കൂടുതലാണ്. മനസ്സിലായി. ശരി, എല്ലാം നമ്മൾ ധാർമ്മികമായി പറയുന്നതാണല്ലോ. ശ്രീ PV മുരുകൻ, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് MGP ഒക്കെ എവിടെ നിന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ തിരിച്ചു വരുന്നു എന്ന് പറയുന്നതിലൂടെ ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് നമ്മളതാണല്ലോ പറയുന്നത്. അതിശയം എന്താണ്? നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ എന്തെല്ലാം കണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇത് ധാർമ്മികത എന്നൊരു സാധനം എവിടെ ഉള്ളത്? സൗകര്യമുണ്ട്. ധാർമ്മികത ഇലക്ഷൻ കഴിയുമ്പോൾ ധാർമ്മികത ഇല്ല. ഇലക്ഷൻ കഴിയുന്നതിന് വോട്ട് ഇടുന്നവരെ മാത്രമേ ധാർമ്മികതയുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ എങ്ങനെയും കൂട്ടുണ്ടാക്കാം, എങ്ങനെയും എന്ത് ചെയ്യാം, എന്തും ചെയ്യാം. അത്രേ ഉള്ളൂ. അത് CPM-നോട് ചോദിക്കാം. അല്ല, അതല്ല ഈ ധാർമ്മികത എന്ന് ഇപ്പം ഈ പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞെന്നറിയാം, BJPയിൽ നിന്ന് അങ്ങനെ ഒരു ധാർമ്മികത നിങ്ങൾ എന്തിനാ പ്രതീക്ഷിക്കുന്നത്? BJPയിൽ നിന്ന് ധാർമ്മികത പ്രതീക്ഷിക്കേണ്ട എന്ന് പോലുള്ളവരെ കൊണ്ട് പറയിച്ചു തുടങ്ങി. നിങ്ങളൊരു വ്യത്യസ്തമായ പാർട്ടിയല്ലേ? നിങ്ങൾ ഈ രാജ്യത്തുള്ള CPM ചെയ്യുന്നത് പോലെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും BJPയുടെ ധാർമ്മികതയെ വിലയിരുത്തുന്നു. ഒരു ഭാഗത്ത് അദ്ദേഹത്തെ പോലുള്ളവർ അവരത് പറഞ്ഞു സൂചിച്ചോട്ടെ, അവർക്കൊരു തൃപ്തി കിട്ടുകയും പറഞ്ഞോട്ടെ. കാശ്മീരിലും ഗോവയിലും ഒക്കെ BJPയുടെ ഏറ്റവും മതസൗഹാർദ്ദത്തിന്റെ മുഖങ്ങളല്ലേ കാണുന്നത്? ഈ PV മുരുകനെയൊക്കെ പോലുള്ളവർ അത് പറഞ്ഞ് അവർക്ക് കുറച്ച് സ്വസ്ഥത കിട്ടിക്കോട്ടെ. എന്തിനാ എതിർക്കുന്നത്? രാജേഷ് അതല്ല 4 മണിക്ക് അമിത്ഷാ ഈ പ്രഖ്യാപനം നടത്തിയെങ്കിൽ അതിനൊരു അധാർമികത ഉണ്ട്. അധാർമികത ചർച്ചയുണ്ട്. നിങ്ങൾ ചർച്ച ചെയ്തോളൂ. ഒരു മാധ്യമപ്രവർത്തനം ചൂണ്ടിക്കാണിക്കുകയാണ്. അധാർമികമാണ്. കാരണം എന്താ പറയാ, സമയമുണ്ടല്ലോ. എന്തായാലും ഉത്തർപ്രദേശിൽ നിങ്ങളുടെ പാർട്ടി വൻ വിജയം നേടി, ഉത്തരാഖണ്ഡിൽ വൻ വിജയം നേടി. പക്ഷെ ആ വിജയത്തിന്റെ പുറത്ത് മാധ്യമ പ്രവർത്തകരും നിരീക്ഷകരും പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ വൺ സൈഡഡ് ആയി കാണരുത്. ഏതെങ്കിലും നിങ്ങളുടെ എതിരാളികൾ പറയുന്ന പോലെ കാണരുത്. ശ്രീ രാജേഷ്, എന്തായാലും നമുക്ക് ഇടവേളയിലേക്ക് പോകേണ്ട സമയമാണ്. ഇടവേള കഴിഞ്ഞ് ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് നമുക്കൊന്ന് പോകണം. വലിയ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഏത് രീതിയിലാണ് ഈ രാജ്യത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നതാണ് ഇനിയുള്ള നിമിഷങ്ങളിൽ അറിയേണ്ടത്. പഞ്ചതന്ത്രത്തിന്റെ അവസാനത്തെ 9 മിനിറ്റ് കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. നമുക്ക് ഇവിടെ പാനലിൽ ഉള്ളത് 9 അതിഥികൾ. 1 മിനിറ്റ് വീതമാണ് എല്ലാവർക്കും കിട്ടുക. അത് എങ്ങനെ അവർ ഉപയോഗപ്പെടുത്തുന്നു? എല്ലാവരും കൂടി ബഹളം വെച്ചാൽ ആരും പറയുന്നത് കേൾക്കുകയുമില്ല. അപ്പോൾ അങ്ങനെ ആയില്ല എന്ന പ്രതീക്ഷയോടുകൂടി അറിയേണ്ടത് 2019 വലിയ തെരഞ്ഞെടുപ്പല്ല നമ്മുടെ മുമ്പിൽ. അതിനു മുൻപ് ഈ രാഷ്ട്രം കാണാൻ പോകുന്ന 4 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ കൂടിയുണ്ട്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, കർണാടക. ഈ സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഒരുക്കം കൂടിയായിരുന്നു BJP. അതിനുവേണ്ടിയുള്ള ഒരുക്കം നടത്തിയതിന്റെ തെളിവ് കൂടിയാണ് നമ്മളിപ്പോൾ ഇന്ന് 5 സംസ്ഥാനങ്ങളിൽ കണ്ടത്. 2 സംസ്ഥാനങ്ങളിൽ മാത്രമേ BJPക്ക് പ്രകടമായ ആധിപത്യം പുലർത്താനായുള്ളൂ എങ്കിൽ കൂടി
ഇത് എങ്ങനെയാണ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബാധിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. ശ്രീ CP നാരായണൻ. അല്ല, ഇത് ഓരോ നമ്മളിവിടെ തന്നെ കണ്ടതാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേപോലെയല്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവിടുത്തെ ഭരണവിരുദ്ധ തരംഗമാണ് അവിടുത്തെ ഫലങ്ങൾ തീരുമാനിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത്. അത് നിങ്ങൾ ഏറെ ചർച്ച ചെയ്തതാണ്, ഞാനിപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഇതൊക്കെ മറ്റ് ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് ബാധകമാണ്. അതോടൊപ്പം ഈ BJP കളിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഓരോ സംസ്ഥാനത്തും ഉണ്ടാവും. അതിനെതിരായി മറ്റുള്ളവരുടെ പ്രതികരണം വരും. ഇതിന് പുറമേ വരാൻ ഇടയുള്ളൊരു സംഗതി, നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ ഗുരുതരമായ സ്ഥിതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. BJPയുടെ മാത്രം സൃഷ്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ അവർ കൈകാര്യം ചെയ്യുന്നതിൽ പ്രശ്നമുണ്ട്. നമ്മുടെ ബാങ്കിങ് മേഖല, ഇത് എൻ്റെ CPMൻ്റെ ആരോപണമൊന്നുമല്ല, ഇത് അന്താരാഷ്ട്ര തലത്തിൽ പലരും വിധി എഴുതിയിട്ടുള്ള സംഗതിയാണ്. ഇക്കണോമിസ്റ്റ് വാരികയുടെ ഈ ലക്കത്തിൽ അവർ എഡിറ്റോറിയലിൽ ഒന്ന് ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയിലെ നേരിടുന്ന വലിയൊരു ഭീഷണിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുകയും ഇപ്പോൾ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ NPA വളരെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ നരേന്ദ്രമോദിക്ക് കൂടുതൽ ധൈര്യം പകരുകയാണ് ചെയ്യുക. ഇൻഷുറൻസ് മേഖല ഉൾപ്പെടെയുള്ളത് സ്വകാര്യവൽക്കരിക്കാൻ ഇനി അദ്ദേഹത്തിന് ഒന്നും തിരിഞ്ഞു നോക്കേണ്ട കാര്യം പോലും ഇല്ല. അത് ശരി. പക്ഷേ അത് ഇൻഷുറൻസ് മേഖല മാത്രമല്ല, നമ്മുടെ BSNL ഇങ്ങനെ പലതിനെയും സ്വകാര്യവൽക്കരിക്കാൻ അവർ ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ എല്ലാം പ്രത്യാഘാതം ഉണ്ടാവുന്നത് ഈ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുന്ന. ഡോക്ടർ ശൂരനാട്, അങ്ങനെയാണെങ്കിൽ CP പറഞ്ഞതനുസരിച്ച് ആന്റി ഇൻകംബൻസി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ വരുന്ന 4 സംസ്ഥാനങ്ങളിലും കാണുകയാണെങ്കിൽ കർണാടകം നിങ്ങളുടെ കയ്യിൽ നിന്നും പോകും. അത് തന്നെയാ വരുന്നതെങ്കിൽ അങ്ങനെ വരട്ടെ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് പരീക്കറിൻ്റെ നമ്മുടെ ഗോവയാണ് ഈ നരേന്ദ്രമോദി സർക്കാരിനോട് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. ഒന്ന്. രണ്ടാമത് മണിപ്പൂരിലെ എന്ത് ധിക്കാരമായിട്ടാണ് പറയുന്നത്. 27 സീറ്റ് കിട്ടിയ മണിപ്പൂരിൽ ഞങ്ങൾ മന്ത്രിസഭ ഉണ്ടാക്കുമെന്ന് വെച്ചാൽ കച്ചവടം നടത്തുമെന്നാണ് പറയുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തെ UPയിലെ തെരഞ്ഞെടുപ്പിൻ്റെ അമിതാഹ്ലാദത്തിൽ അതിന്റെ ഇന്ത്യ ഭരിക്കുന്ന അമിത്ഷാ പറയുന്നു ഞങ്ങൾ ഇതൊക്കെ പിടിക്കും. മുമ്പ് ചർച്ച ചെയ്യണം, അങ്ങ് ഇത് തന്നെ പറഞ്ഞതാണ്, അങ്ങ് ഓർക്കാത്തതാണ്. ഞാനിപ്പോ ചോദിച്ചത് ഈ 4 സംസ്ഥാനങ്ങളിൽ ആന്റി ഇൻകംബൻസി ഉണ്ടായാൽ കർണാടകത്തിൽ SM കൃഷ്ണയൊക്കെ ഇപ്പൊ തന്നെ പോയി കഴിഞ്ഞു. നിങ്ങളുടെ ഭരണത്തിന് ഉണ്ടാകാൻ പോകുന്ന തകർച്ച കർണാടക കോൺഗ്രസ് വരും. ആന്റി ഇൻകംബൻസിയുടെ ഏറ്റവും വലിയ ദോഷം വരാൻ പോകുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ രാജേഷ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്തൊക്കെ പോകാൻ സമയമായി ഈ കണക്കാണെങ്കിൽ. കണക്കാണെങ്കിലല്ലേ ആ കണക്കാവൂല. കർണാടക കിട്ടും, മറ്റു 3 നിലനിർത്തും. എങ്ങനെ ലാലും ഞെട്ടണ്ട. കർണാടകയിൽ പാർട്ടിക്ക് ഭരണം കിട്ടാനുള്ള വർക്കൊക്കെ 2 വർഷം മുമ്പേ തുടങ്ങി. കർണാടകയിൽ ഭരണം ലഭിക്കും, മറ്റു 3 സ്ഥലങ്ങൾ നിലനിർത്തും. അതെന്തൊരു തിയറിയാണ്, മനസ്സിലായില്ല. ഇവിടെ ഈ ഒരു കാര്യം നടക്കുമ്പോൾ മറ്റേ സ്ഥലത്ത് അതേ തിയറി ഉപയോഗിക്കപ്പെടണ്ടേ? അല്ല, ലാലൊരു കാര്യം ചെയ്തോ. അപ്പൊ അതിനുള്ള കാർഡ് ഇളക്കി കഴിഞ്ഞു. കാർഡല്ല, അതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു. അതാണ് ഞാൻ ചോദിച്ചത്, കാർഡ് എന്നുള്ള പ്രവർത്തനത്തിന്റെ മറ്റൊരു 2 പോയിന്റ്സ്. ഒന്ന്, BJPയുടെ ഏറ്റവും ഒരു മതസൗഹാർദ്ദത്തിന്റെ ഫേസുകളാണ് കാശ്മീരിൽ അല്ലെങ്കിൽ ഗോവയിൽ കാണാൻ കഴിയുന്നത്. മണിപ്പൂരിൽ എന്തുകൊണ്ട് BJP ജയിക്കുന്ന ഇന്ത്യക്ക് നല്ല എന്ന് പറഞ്ഞാൽ പഞ്ചാബിൽ ഒരു തീവ്ര സിഖ് വികാരം ആപ്പ് ശ്രമിച്ചപ്പോ കോൺഗ്രസ് ജയിക്കുന്നതാണ്. അല്ലല്ല, അതുകൊണ്ട് ഇത് ആശാവഹമായ പൊളിറ്റിക്സ് ആണ്. നരേന്ദ്രമോദി കുറെ കൂടെ പാൻ ഇന്ത്യൻ എമർജ് ചെയ്യുകയും മറുഭാഗത്ത് എതിരാളി ഇല്ലാത്ത രീതിയിൽ വളരെ ദൂരം മുമ്പോട്ട് പോകുന്ന ഒരു സ്ട്രോങ് മാൻ ഓഫ് ഇന്ത്യ, പണ്ട് പട്ടേലൊക്കെ അക്വയർ ചെയ്തൊരു സ്പേസിലേക്ക് നരേന്ദ്രമോദിജി സ്ഥിരപ്രതിഷ്ഠ കിട്ടുന്ന അവസ്ഥയിലേക്കാണ് എന്ന് പറയുന്നതിന് മുറുക്കാൻ എന്നൊരു അർത്ഥം. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, തമിഴ്നാട് വരെ, ഇപ്പം മണിപ്പൂർ മുതൽ ഗുജറാത്ത് വരെ എല്ലായി. മണിപ്പൂർ മുതൽ ഗുജറാത്ത് വരെ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ. പറയുന്ന വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്നും ഭരിക്കുന്ന കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ കൂടെയാണ് അവിടെ എല്ലാവരും. അതെ, തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിന്റെ പരിധി അതുവരെ ഉള്ളൂ. ഫക്രുദ്ദീൻ അലി ഇങ്ങനെ കടിച്ചമർത്തി നിൽക്കുകയായിരുന്നു. അതുകൊണ്ടല്ലേ എനിക്ക് ബഹളം ഉണ്ടാക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഫക്രുദ്ദീൻ അലി ബഹളം ഒട്ടും ഉണ്ടാക്കാത്തൊരു അതിഥിയാണ്. ഞാൻ ഉണ്ടാക്കും, അടിക്കേണ്ട ഇടത്തിൽ അടിക്കും. പക്ഷെ ഇത് അതിനുള്ള സന്ദർഭമല്ല. ഇത് അത്യാവശ്യം മാന്യന്മാരിരിക്കുന്ന ഒരു എന്താ പറയാ വേദി ആയതുകൊണ്ട് അല്ലാത്ത വന്നാൽ അങ്ങേയറ്റം ഞാൻ തനി ബാലുശ്ശേരിക്കാരനാവും, വലിയ ബാലുശ്ശേരിക്കാരനാവും. അതുകൊട്ടെ 2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ഇവിടെ എപ്പോ ഇരിക്കുന്നത് ഒരു അക്കാദമി ബാലുശ്ശേരിക്കാരൊക്കെ ഇത് കാണുന്നുണ്ട്. ആയിടെ
പിന്നെ അലിശ്ശേരിക്കാരാ നേരത്തെ ഇങ്ങോട്ട് ഒരുത്തരം അങ്ങോട്ട് പോയി കളിക്കുക, ഇങ്ങോട്ട് കളിക്കാൻ വന്നാൽ വീട്ടിൽ കയറി തല്ലുകയും ചെയ്യും, വെട്ടുകയും ചെയ്യും. അതുകൊട്ടെ അയ്യോ അത് പിൻവലിക്കണം. ഇതിന് എനിക്ക് ഉത്തരവാദിത്തമില്ല, അത് ഫക്രുദ്ദീൻ അലിക്ക് മാത്രം. അതുപോട്ടെ. അല്ല ലാലു അല്ലെ, ഇനിയിപ്പോ ഇത് പുറത്ത് ഞാൻ ഇതുവരെ മദ്യപിക്കാത്ത ആളായ എന്നെ കൊണ്ട് മദ്യപിച്ച് പോകുന്നത് വല്ല ഫേസ്ബുക്കാണ് എഴുതിയാലും എനിക്ക് പുല്ലില്ല വില, പോയി പണി കിടന്നു. അതുകൊട്ടെ അപ്പൊ ഞാൻ പറയട്ടെ, അടുത്ത അല്ലല്ല എന്ന് പറയാൻ സമ്മതിക്കട്ടെ. 9 മണി കഴിഞ്ഞാൽ ഫക്രുദ്ദീൻ അലി ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ വിശക്കുന്ന സമയമുണ്ട്. അതുകൊണ്ടല്ല എനിക്ക് പറയാനുള്ള, ഞാൻ ഈ പറഞ്ഞ ഫേസ്ബുക്ക് അലമ്പിലൊന്നും പോകുന്ന ആളല്ല. എനിക്ക് പറയാനുള്ള വേദി ഇതാണ്. 2 ലാൽ എന്റെ അടുത്ത് വന്ന് ചോദ്യം ചോദിച്ചിട്ട് എന്നെ പറയാൻ അനുവദിക്കും ലാല് പറഞ്ഞോണ്ടിരിക്കും. ഒന്നാമത് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഒരു അക്കാദമിഷ്യനായിട്ടാണ്. ഒരു അക്കാദമിഷ്യൻ എന്ന രീതിയിൽ 2 വർഷം കഴിഞ്ഞ് പോകുന്ന ഇലക്ഷനെ പറ്റി ഇപ്പോൾ പ്രവചിക്കുന്നത് ശരിയല്ല. കാരണം എന്തും വരാം, മാറ്റങ്ങൾ വരാം. ഒരു 6 മാസം മുമ്പേക്കിൽ നമുക്ക് പ്രവചിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ BJP കാശ്മീരിൽ പിന്നെ സഖ്യം ഉണ്ടാക്കിയതൊക്കെ തന്നെ മതസൗഹാർദ്ദത്തിന് ഇന്നൊന്നല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ BJPയുടെ സഖ്യം കൂടിയത് ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായത്തിൽ ജയചന്ദ്രൻ ഉണ്ടല്ലോ, പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഗോഹി ഒറ്റിക്കൊടുത്തത്, അതുപോലെ ചില മുസ്ലിം അവരോട് സഖ്യം ഉണ്ടാക്കിക്കോട്ടെ. ശരി, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഈ 2019 എന്നുള്ള ടാർഗറ്റ് ഉണ്ടല്ലോ, അത് മോദി അടുത്ത ഈ വരുന്ന ദേവൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ പാർലമെന്റ് തന്നെ പറയും 2024 സെറ്റ് ചെയ്യും. അതുണ്ടാവും എന്തായാലും 2024 എന്ന നിലയ്ക്കായിരിക്കും അത് സെറ്റ് ചെയ്യുക. ആ അർത്ഥത്തിലുള്ള വലിയ എക്സ്പെക്ടേഷൻ്റെ സ്വഭാവത്തിലേക്ക് BJP മാറും, അവരുടെ സംഘപരിവാര കൂട്ടങ്ങളെല്ലാം മാറും. അത്തരമൊരു സാഹചര്യം ഇന്ത്യയിൽ ഒരു ശ്രീ ഭാസുരേന്ദ്ര ബാബു പെട്ടെന്ന് ഉത്തരം പറയാമെങ്കിൽ അതിന് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് അങ്ങയുടെ മുമ്പിലുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, മാനദണ്ഡമായി അങ്ങ് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് 4 സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം കൂടി നോക്കിയിട്ടല്ലേ 2019 2024 ആക്കണമെന്ന്. അല്ല, അതിനകത്ത് രാജേഷ് പറഞ്ഞതുമാതിരി കർണാടക നഷ്ടപ്പെടും, മറ്റു ഭാഗങ്ങളിൽ നിലനിർത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പക്ഷേ ഇനിയിപ്പോൾ ഈ പ്രതിപക്ഷ ഐക്യം എന്നൊരു സംഭവത്തിന് അടിയന്തരമായി സാധ്യതയില്ല. പിന്നെ അധികാരത്തിൻ്റെ വലിയ കേന്ദ്രീകരണം മോദിയിലേക്ക് വരുമ്പോൾ BJPയിൽ തന്നെ അസ്വസ്ഥത ഉണ്ടാവും. അത്തരമൊരു സാഹചര്യം പ്രതിപക്ഷ ഐക്യം, ഇൻഡെക്സ് ഓഫ് ഒപ്പോസിഷൻ യൂണിറ്റി എന്ന് പറയുന്ന സെഫോളജിസ്റ്റുകൾ പറയുന്ന ആ ഒരു കാര്യത്തെയാണ് ഇവിടെ ഭാസുരേന്ദ്ര ബാബു എടുത്തിട്ടുള്ളത്. അടുത്ത കാലത്തൊന്നും ഒരു സാധ്യതയില്ല, കോൺഗ്രസിനെ കൊണ്ട് സാധ്യതയില്ല. പക്ഷേ ഇതിനിപ്പോൾ നമ്മൾ അടുത്ത ഈ 4 തെരഞ്ഞെടുപ്പ് വരുന്നത് ഒരു വളരെ ക്രൂഷ്യലായിരിക്കും. അതിൽ BJP വളരെ തന്ത്രപരമായി പ്രവർത്തനം അവർ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞുള്ള രാജേഷ് പറഞ്ഞു, അത് വളരെ വസ്തുതയാണ്. പക്ഷേ കോൺഗ്രസിന്റെ സ്ഥിതി എന്താണ്? അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ, വേറെ ആരും ആൾട്ടർനേറ്റീവ്. ഈ UP പോലെ വേറെ ആൾട്ടർനേറ്റീവ് ഒന്നുമില്ല, മധ്യപ്രദേശിൽ വേറെ ആൾട്ടർനേറ്റീവ് ഇല്ല. ഈ പറഞ്ഞ ഉഴവൂർ വിജയൻ, താങ്കൾ ആണ് ഇതിനെല്ലാത്തിനും ഉത്തരം പറയേണ്ടത്. ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. ഈ കാഴ്ചകളെയൊക്കെ എങ്ങനെ കാണണമെന്ന് നമുക്ക് എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ ചർച്ചയിൽ? ഇതിലിപ്പോൾ വിശാലമായ ഒരു മതേതര ഐക്യം വേണം. അതിന് കോൺഗ്രസ്സുകാരാണ് കൂടുതൽ മുമ്പിൽ നിൽക്കേണ്ടത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ കർണാടകയിലെ കാര്യം രാജേഷ് പറഞ്ഞു, അവർ ജയിക്കാനൊന്നും പോകുന്നില്ല. അവിടെ സുരേന്ദ്രൻ തന്നെ പറഞ്ഞു പിണറായി വിജയനെ അവിടെ വന്നാൽ തകർത്ത് കളയുമെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് പിണറായി വിജയനെ പോലുള്ള നേതാക്കന്മാർ ഓൾ ഇന്ത്യ തലത്തിൽ പര്യടനം നടത്തി മതേതരത്വത്തിൻ്റെ സംരക്ഷകരായി മാറണം. അതിന് കോൺഗ്രസ്സുകാരോട് പിന്തുണ കൊടുക്കണം. അല്ലാതെ അങ്ങനെ ഒരു നിലയിലോട്ട് വന്നാലേ കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും അന്തിമ വിജയം ഒരു മെക്സിക്കൻ അപാരത എന്ന ചിത്രം പോലെ അന്തിമ വിജയം ഇവിടെ ഇടതുപക്ഷ മതേതര ശക്തികൾക്ക് ഉണ്ടാകാൻ പോവുകയാണ്. ആദ്യമൊക്കെ കുറേ അടി കൊള്ളേണ്ടതായിട്ടൊക്കെ വരും, അതെല്ലാം മാറി അവസാനം 19 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തകർത്തു തിമിർത്തു കലക്കി എന്ന് പറയാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എന്തായാലും തകർത്തു തിമർത്തു. ശ്രീ ജേക്കബ് ജോർജ് കൂടി ബാക്കിയുണ്ട്, അതുകൊണ്ട് ഞാൻ മറന്നുപോയി. ശ്രീ ജേക്കബ് ജോർജ് പല കാര്യങ്ങളും നേരത്തെ ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ട് ഞാനാണ് അവസാനത്തെ. അതെ, തകർത്തു തിമർത്തു കലക്കി. അതെ ലാലെ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി ഉണ്ടല്ലോ, നമുക്കറിയാൻ മേലാത്തത്ര വ്യാപ്തിയുള്ള ശക്തിയാണ്. ഏകാധിപത്യത്തെയും ഫാസിസത്തെയും ഒന്നും എക്കാലമൊന്നും അത് പിന്തുണയ്ക്കുമെന്ന് വിചാരിക്കേണ്ട. ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം താഴെ ഇറക്കിയ ജനങ്ങളാണ് ഇന്ത്യയിൽ. ആ ജനങ്ങളാണ് ഇന്ന് ഉത്തർപ്രദേശിലും പഞ്ചാബിലും മണിപ്പൂരിലൊക്കെ വോട്ട് ചെയ്തെന്ന് ഓർക്കണം. അതുകൊണ്ട് ആ ജനങ്ങളുടെ ശക്തിയിൽ നാം വിശ്വസിക്കുക. ശരി, എന്തായാലും VV രാജേഷിന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തത് അടുത്തിരിക്കുന്നത് കൊണ്ടാണ്. എന്തായാലും ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരുന്നു. അടുത്ത വർഷം നടക്കാൻ പോകുന്ന ഈ സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഒപ്പം 2019 അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇതിന്റെ അജണ്ടകൾ എന്തായിരിക്കും എന്നുള്ളത് ഈ ചർച്ചയിൽ തീരുമാനിക്കപ്പെട്ടതുപോലെ ആയിരിക്കണമെന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾ ഈ രാത്രിയിൽ ഉറങ്ങാതെ തന്നെ അത് ചിന്തിക്കുന്നുണ്ടാകും. അതിനെക്കുറിച്ചുള്ള
വലിയ ചർച്ചകളും സഖ്യങ്ങളും രൂപപ്പെട്ട് വന്നേക്കാം. അതിൻ്റെ അന്തിമ രൂപം എന്ത് എന്നുള്ളത് അറിയാൻ അടുത്ത ജനവിധി വരെ കാത്തിരിക്കേണ്ടി വരും. ഈ പഞ്ചതന്ത്രം ഇവിടെ അവസാനിക്കുന്നു. എല്ലാ അതിഥികൾക്കും നന്ദി, പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.